ഫോൺ ബെല്ലടിക്കുന്നു. മോളെ അത് ഉണ്ണിയേട്ടനായിരിക്കും. അച്ഛൻ എഴുതരുത് പറഞ്ഞു. ശരിയാണ് അച്ഛൻ, ഉണ്ണിയേട്ടൻ തന്നെയാ. ഹലോ ഉണ്ണിയേട്ടൻ, ഞങ്ങൾക്ക് ഒരു കുട്ടിയാ, അച്ഛനെ കൊടുക്കാം. എടാ ഉണ്ണി. എടാ നമ്മുടെ തമ്പറാക്കവരെ വിളിച്ചത് പൊക്കടാ. ആയിക്കോട്ടെ. ശരി. ആശാൻ വിളിച്ചിട്ടാ, പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. സണ്ണിച്ച സമയം ഒരുപാടായിട്ട്, ഒന്ന് എഴുന്നേൽക്ക്. എടാ, നിനക്കും നിന്റെ ആശാനോ ഉറക്കൊന്നുമില്ലേ? ഇന്ന് പുതിയ സൈറ്റിൽ പണി തുടങ്ങല്ലേ സണ്ണിച്ച? ഞാനിതാ റെഡി ആയി. 10 മിനിറ്റ്. ഇത്ര പെട്ടെന്ന് നേരവും എടുത്തോ? ഈ ബ്രാൻഡിയുടെ ഒക്കെ ഒരു പവറേ. സതീശാ, എണീക്കടാ, 8 മണിക്ക് ജോലിക്ക് പോണ്ടേ? പിന്നെ കറക്റ്റ് സമയത്ത് ഞാൻ ബംഗാളിയാണല്ലോ. നല്ല അന്തസ്സ് മലയാളിയുടെ ഞാൻ. ഇന്നലെ പെയിന്റ് വാങ്ങിച്ചപ്പോഴേ ടെർപ്പന്റെയും വാങ്ങിക്കാൻ മറന്നുപോയി. നീ മെഡിക്കലിന് എനിക്ക് അറിയായിരുന്നു. അതിന്റെ ബില്ലും എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ അപ്പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് കള്ള് മേടിച്ചിട്ട് ഒഴിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ പോലെ അല്ലോ. എടാ ഹബീബ്, എന്ത് നീ ഇന്നലെ മേടിച്ച സാധനം എന്തുട്ട് വെട്ടുമ്പോയിരുന്നടാ? എന്ത്? ശരിയാ സതീശ, ഇന്നലെ മേടിച്ച സാധനം തനി വെട്ടിയുമ്പോണ് തല വേദനയായിട്ട് വയ്യ. മാറണമെന്നുണ്ടെങ്കിൽ 2 വിട്ടേ പറ്റൂ. ഇനി നാളെ മുതലേ നിങ്ങൾ 2 പേരും മേടിച്ചാൽ മതി. എനിക്ക് പറ്റില്ലേ പണി. നീ പെണങ്ങല്ലടാ. വേണ്ടാന്നേ. മക്കളെ, നമ്മളിവിടെ വന്നിരിക്കുന്നത് പണി ചെയ്യാൻ വേണ്ടിയാണ്, അല്ല പണി കൊടുക്കാൻ വേണ്ടിയല്ല. അറിയാലോ, എല്ലാവരും പെട്ടെന്ന് പോയി ഡ്രസ് മാർക്കേ. ചെന്ന് ഇളിക്കാതെ പോടാ. അതെ വാസു, മോൻ ഗൾഫിൽ നിന്ന് വരുമ്പോഴേക്കും വീടിന്റെ പണിയെല്ലാം തീർക്കണം കേട്ടോ. അവന്റെ കല്യാണം ആയതുകൊണ്ടാ വീടൊന്നും മോടി പിടിപ്പിക്കാന്ന് തീരുമാനിച്ചത്. അതെല്ലാം പെട്ടെന്ന് റെഡിയാക്കി തരാൻ മുതലാളി. അത് മതി. എന്നാ പണിയെല്ലാം ഗംഭീരമായി നടക്കട്ടെ. എനിക്ക് ഇത്തിരി തിരക്കുണ്ടേ, ഈ കല്യാണത്തിനൊക്കെ തിരക്ക്. ഓക്കെ. അല്ല മാഷേ, അതെ എങ്ങോട്ടാ? പെയിന്റ് എടുക്കാനാശനെ. പെയിന്റ് എടുക്കാനാശനെ. നിന്റെ പെയിന്റും അല്ല, മുതലാളി പിടിച്ചതേ പെട്ടെന്ന് പണി തീർക്കാനാ. പോയി പണി എടുക്കാം. പെട്ടെന്ന് തീർക്കാശനെ. ഈ വെള്ളം എവിടെ കിട്ടുക? എടാ മോനെ, അത് വീടിന്റെ പിന്നാമ്പുറത്തുണ്ട്, അവിടെ പോയി എടുക്ക്. ഇതെല്ലാം കൂടി ഞാൻ ശരി.
ചേച്ചിയെ പൈപ്പിൽ വെള്ളം ചേച്ചിയാ? കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് ടാങ്കിൽ വെള്ളമില്ല. സാരല്ല, ഞാൻ കിണറ്റിൽ നിന്ന് വരും. ആ അയ്യോ, ഞാൻ വെള്ളം തരാം. അത് വേണ്ട, അത് കുട്ടിക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിലും ഞാൻ ബുദ്ധിമുട്ടേണ്ടവളാണ്. എന്നാലും അത് സാരില്ല. കാത്തിരുന്നു കുഴഞ്ഞു പോയത് നീ അറിഞ്ഞില്ലേ? കാലമേറെ കഴിഞ്ഞു പോയതു ഡാ സതീശ. ഓർത്തല്ലേ? എന്താണ്ടെന്ന് ഉണ്ണിക്ക് പതിവില്ലാണ്ട് ഒരു മൂളിപ്പാട്ടൊക്കെ ഉണ്ടല്ലോ. എന്റെ പൊന്നര അബീക്ക, ഈ പാവ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. എടാ അബി, സമയം എന്തായി? ഭക്ഷണം കഴിക്കാൻ നേരമായ? വയറ് വിശന്നിട്ട് വേടാ. ഒരു 1.5 ആയി കാണും. അത് ശരി, ചുമ്മാതല്ല വയറിൽ നിന്നൊരു കയറ്റം. ഈ വാസേട്ടനും ഉണ്ണിക്കൊന്നും ഭക്ഷണം കഴിക്കണമെന്നില്ല അല്ലേ? അതെങ്ങനെ? രാവിലെ പോന്നപ്പോ നല്ല തട്ട് കെട്ടിയിട്ടായിരിക്കും രണ്ടുപേരും പോന്നിരിക്കുന്നത്. നമുക്ക് പിന്നെ ഭക്ഷണം കയറില്ലല്ലോ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടടാ. ഈ കാര്യത്തിൽ നിങ്ങൾ ഒന്നിനോടൊന്ന് മെച്ച. അല്ലടാ ഉണ്ണിക്കട്ടാ, ഇനി ഊണ് കഴിഞ്ഞിട്ട് മതി കാര്യങ്ങളൊക്കെ. വാ, 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 വാ. അത് നല്ല കാര്യം. വായിച്ച ഒന്ന് വേഗം ഇറങ്ങടാ, വിശന്നിട്ട് വയ്യ. എന്തുണ്ട്, സുഖം തന്നെയല്ലേ? പൊടപട്ടി. ഇപ്പൊ ശരിക്കും സുഖായ? എന്റെ സണ്ണി ഇപ്പൊ നിനക്ക് സമാനായില്ലേ? ഒന്ന് പോടാ ഇവിടുന്ന്. കിട്ടാനുള്ളത് കിട്ടിയില്ലേ, മുട്ടായി പൊതി കിട്ടിയില്ലേ? Cheers. എടാ ഉണ്ണിയേ, ഓയ് ടച്ചപ്പ് എന്തായാലും കൊണ്ടുപോടാ. അതെ, ഒന്നെങ്കിൽ അടുക്കളത്തെ പണി നിങ്ങൾ വന്നെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത പണിക്ക് വേറെ ആളെ വെക്കുക. അല്ലാതെ അല്ലടാ ഉണ്ണേ, ഇന്ന് രാവിലെ ആ വേലക്കാരി തന്ന ഭക്ഷണം തീരെ ശരിയായില്ല. അവിടെ വിചാരം അവളെ ഐശ്വര്യറായി എന്നാ. അല്ലെങ്കിലും ഈ വേലക്കാരെന്നൊക്കെ പറഞ്ഞ മുതലാളിമാർക്കും അവരുടെ മക്കൾക്കും ഉള്ളതാ. അല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ആ പാവട്ടിനെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയണേ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല? ഇനിതാ ടച്ചിങ്സ് ഇല്ലാണ്ട് കള്ളറങ്ങാണ്ട് കണ്ട. എടാ ബി, നീ പറഞ്ഞത് 100% ശരിയാ. എന്ത് ശരി? ആ പെണ്ണിനെ വെറുതെ വിട്ടൂടെ? ആ ഒരു പാവാണേ. എന്താടാ ഉണ്ണി, ഉം? നിനക്ക് അവളോടൊരു ഇത് എന്ത്? ഊക്കൻ ചേർക്കണ്ട. എൻ്റെ പൊന്ന് സണ്ണിച്ച, കള്ളുടിച്ച വയറ്റി കിടക്കണം, അല്ലാതെ അനാവശ്യം പറയരുത്. അവളെ പറഞ്ഞപ്പോ നിനക്ക് ഇത്ര പൊള്ളല്. അവള് പഴയാണ്, പഴയാണ്, മഹാപഴയാണ്. എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിനക്കൊക്കെ ഭ്രാന്ത് പിടിച്ചോ? ഏതൊരു പെണ്ണിന് വേണ്ടി തല്ലുകൊടുന്ന ചെറ്റകളെ. ഏതൊരു പെണ്ണല്ല അവള്, അവളെൻ്റെതാ, എൻ്റേത് മാത്ര. സണ്ണിച്ച, എന്താടാ? എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടാച്ച.
നിനക്കിത് ഞങ്ങളോട് നേരത്തെ പറയുന്നില്ലടാ. ക്ഷമിക്കടാ, കള്ളിൻ്റെ പുറത്ത് അറിയാതെ പറഞ്ഞു പോയതാ. സാറിലാണ് ഇതിന് പ്രായശിദ്ധമായിട്ട് നാളെ ഞങ്ങൾക്കൊരു ഫുള്ളാണ്ട് വാങ്ങിത്തരും. എനിക്ക് വയ്യ, ഞാൻ നാളെയും കുടിച്ചു മരിക്കും. ഓമലാളെ നിന്നയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിന. അയ്യോ, എന്ത് ശബ്ദം? വാടാ നോക്കാം. വാടാ, വേഗം വാടാ. ഉണ്ണിടാ, എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? മിണ്ടിപ്പോകരുത്. എടി സുമേ, എന്താ നിനക്ക് ഇവിടെ കാര്യം? നാണല്ലല്ലോടി. ഥു. അതേ മുതലാളി, ഇവർ തമ്മിൽ ഇഷ്ടത്തില്ല. അതേ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരുടെ ഇഷ്ടവും അനിഷ്ടവും കല്യാണമൊന്നും എന്റെ വീട്ടിൽ നടക്കില്ല, നടത്തിക്കൂല. നിങ്ങളോട് വന്നേ മനുഷ്യ. എന്താടി? അവനും അവളും ഇഷ്ടപ്പെടുകയോ കല്യാണം കഴിക്കുകയോ എന്തെങ്കിലും ആവട്ടെ, അവനും അവളും നമ്മുടെ ആരുമല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? എനിക്കൊരു പ്രശ്നവുമില്ല. നിനക്ക് ജോലിക്കാരിയായി വന്ന വേലക്കാരി നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. എല്ലാം എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഒരു പുണ്യാളം വന്നിരിക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നീ ഒന്ന് പോടി. അതെ വാസു, നിങ്ങൾ എതിർക്കാനൊന്നും ഇത് ഞാൻ പറഞ്ഞ ശരിയാക്കിക്കോളാം. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും. അതെ വാസു, ഞാനായിട്ട് ഇനി എതിരൊന്നും നിൽക്കുന്നില്ല. ഇവർക്കും നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഈ വിവാഹം നമുക്കങ്ങ് നടത്തി കൊടുക്കാമേ. സതീശ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഒരെണ്ണം മേടിച്ചേക്കാൻ. ഏയ് അതൊന്നും ഉണ്ണി കൊണ്ടാന്ന് പറഞ്ഞിട്ടുള്ളല്ലേ. എവിടെ കൊണ്ടുവരാം? നമ്മളെ ഇന്നലത്തെ ഉണ്ണിയല്ല ഇന്നത്തെ ഉണ്ണി. കാലം മാറി, കഥ മാറി. സണ്ണിച്ചായോ? ആ പറഞ്ഞ നാക്കെടുക്കുമ്പോഴേക്കും ആളെത്തിയല്ലോ. നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നാ? താങ്ക് യു. നീ വന്നപ്പോഴേ ഞങ്ങളെ വയറ് നിറഞ്ഞടാ. വയറും നിറഞ്ഞു. ഇതാപ്പൊ ദാഹം തീരാൻ പോകുന്നു. വാ, ഉണ്ണി കടിച്ചു കൂട്ടിക്കുമ്പോഴേ സൂക്ഷിക്കണം കേട്ടാ. ഒഴി കിടണ്ട്. ഇതൊന്ന് മൊത്തടിച്ച് തീർക്കണ്ടേ? പിടി പിടി പിടി. ഇനിയിപ്പോൾ നിങ്ങളായിക്കോളൂല്ലോ. ഞാൻ പോട്ടെ. ഇപ്പം എല്ലാവരും ഹാപ്പിയല്ലോ? ഹാപ്പി അല്ലേ? എന്നാ ഞാൻ പോട്ടെ. ഏയ്, ഞാനങ്ങ് പോവാൻ വരട്ടെ കല്യാണത്തിന്.
ചേട്ടാ എന്താ താമസിച്ചേ? എന്താ ഒരു പണം? എന്തിന്റെ? മദ്യത്തിന്റെ. സോറിടി, എൻ്റെ എല്ലായിരുന്നു അവർ നിർബന്ധിച്ച് പുറം അടിച്ചു. ഇനി ആവർത്തിക്കരുത്. ഒരിക്കലും ഇല്ല. വാസുട്ടാ, ഏ? ആ. ഏയ് ഉണ്ണി അമ്പലത്തിലൊക്കെ പോയി തുടങ്ങിയ ഉഷാറല്ലേ? പിന്നെ 100 വട്ടം. സന്തോഷമായി മക്കളെ, നന്നായിട്ട് ജീവിക്കണം. പക്ഷേ മുതലാളിയുടെ വർക്ക് ഇച്ചിരി പെൻഡിങ്ങില്ല. ഇവനെ നാളെ അങ്ങോട്ട് വിട്ടേക്കണം. എടാ നിന്റെ ഡ്രസ് എന്തി? ഇതേ വാ. പാവങ്ങളാ. വൈകിട്ട് വീട്ടിലേക്ക് വരണം. ഇന്നത്തെ ചെലവ് ഞങ്ങളെ. ഓക്കെ. ഈ മനോഹര തീരത്ത് വരുമോ ഇനിയൊരു ജന്മം കൂടി, ആഹാ ഇനിയൊരു ജന്മം കൂടി. പിടിച്ചോ. എടാ ഉണ്ണി ഒരെണ്ണടിക്കരാ. വേണ്ടണ്ണ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിന്റെ സന്തോഷടാ ഞങ്ങളുടെ സന്തോഷം. നീ പൊക്കോ. ഇരിക്കേ. എന്താ ചായ? സന്തോഷത്തിന് കണ്ണടിക്കടാ. വയ്യ. അതെ, നീ ഒരെണ്ണം ഒഴിച്ചടാ. ഓക്കെ. വീണ്ടും ഈ മനോഹര തീരത്ത് വരുമോ ഇനിയൊരു ജന്മം കൂടി, ആഹാ ഇനിയൊരു. പറ്റിപ്പോയി, പറ്റിപ്പോയി, ക്ഷമിക്കടേ.
എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്? എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്ത്? നിന്റെ 1000. പിന്നെ നാളെ പണിക്ക് വന്നു കണ്ടോ? ചേട്ടന്മാരെ കൂടെയുള്ള ആളാ കാനയിൽ വീണ് എടുക്കുന്നത്. വേണേ പോയിട്ട് എടുത്തോ. എടാ ഉണ്ണിയാണോ അത്? പെട്ടെന്നോ. ഏയ് ഒറ്റയ്ക്ക് അടി തുടങ്ങിയപ്പോ അത് കയ്യിന്ന് പോയിന്നുണ്ട്. എടാ ഉണ്ണി, ഉണ്ണി എന്തൊരു കഷ്ടായി. ഇപ്പൊ സമാധാനായാലാണ് നിങ്ങൾക്ക് 3 പേർക്കും. ഉണ്ണി പിടിക്കാം, പിടിക്കാൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമില്ലാതെ എടാ മക്കളെ, നിങ്ങളിവിടെ നിൽക്കി, ഞാൻ പോയിട്ട് ഉണ്ണിയുടെ വിവരം ഒന്ന് അറിഞ്ഞിട്ട് വരാം. ആശാൻ പോയിട്ട് വന്നോ, ഞങ്ങളിവിടെ വന്നോളാം. കഷ്ടം. സുമേ, മോളെ സുമേ, മോളെ സുമേ, മോളെ സുമേ, മോളെ. എടാ ഉണ്ണി, ഡാ ശവാടാ. മോളെ സുമേ, സുമേ അടി മോളെ, മോളെ സുമേ, മോളെ സുമേ, എന്റെ മോളെ, എന്റെ
ഓടി വാടാ. എടാ, ഓടി വാടാ. അഴിക്കടാ, കെട്ടഴിക്കടാ. ഡോക്ടർ, എന്തായി സുമയുടെ വിവരം? ഒന്നും പറയാറായിട്ടില്ല. ഒരു 3-4 മണിക്കൂർ ശേഷം പറയാം. എന്തായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കും കേട്ടോ. നിങ്ങൾ പോയി അവനെ വിളിച്ചിട്ട് വാടാ. എന്നാ ശരി, വാടാ. വാസു, ഡോക്ടർ എന്താ പറഞ്ഞേ? 4 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പഴുത്ത ചക്കയിൽ ചൊളയില്ലല്ലേ വാസു? എടാ പരമനാറി, ഇതിനാണോടാ ഞാൻ മോളെപ്പോലെ നോക്കി ആ കുട്ടിയെ നീ കൊണ്ടുപോയത്? ചേറ്റ. ഇനിയൊന്നും പേടിക്കാനില്ല കേട്ടോ. അപകട നിലയൊക്കെ തരണം ചെയ്തിരിക്കുന്നു. എല്ലാം ദൈവാനുഗ്രഹം. ഓക്കെ. സുമ ചേച്ചിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛ? ഉണ്ണി, എന്താ നീ കാണുന്നത്?